ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മൗത്ത് വാട്ടറിങ് ഡിഷാണ് കേട്ടോ. നമ്മൾ മത്തി വെച്ചുണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് കുറേ പേരൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ തന്നെ. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെന്തായാലും വീഡിയോ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റായിട്ട് പറഞ്ഞോളൂ കേട്ടോ. അപ്പം ഞാൻ ആ മത്തി ചെറിയ മത്തികളാണ്. അപ്പം ഞാനത് വടഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കൊന്ന് മസാല തേക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മസാല തേച്ച് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വയ്ക്കാം. അപ്പോഴത്തേനും നമുക്ക് വേറെ കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. ഇപ്പം ഞാനിത് ഫുള്ള് തേച്ച് നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു കുക്കർ എടുത്ത് വയ്ക്കാം. ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ എന്തായാലും ഒന്ന് ഇത് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം വീട്ടിലെ മത്തി വാങ്ങിക്കുന്ന ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതേ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില തണ്ടോടുകൂടി തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല നിങ്ങൾ തണ്ട് ഉതിർത്തി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ തണ്ടോടുകൂടി തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തിയെ മസാല തേച്ച മത്തികളെല്ലാത്തിനെയും നമുക്ക് ഈ കുക്കറിലേക്ക് ഇങ്ങനെ നിരത്തി വയ്ക്കാം ആ വെളിച്ചെണ്ണയിലേക്ക്. ഇത് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഗ്യാസിലേക്ക് വെക്കുന്നതിന് മുമ്പാണ് ഈ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. മാക്സിമം ആ കുക്കറിൻ്റെ ആ പാത്രത്തിൽ മുട്ടുന്ന രീതിയിൽ തന്നെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വാളംപുള്ളിയുടെ വെള്ളമാണ്. ആ വാളംപുള്ളി നന്നായിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരിക്കണം. നന്നായിട്ട് കുതിർത്തിയെടുത്ത വാളംപുളി വെള്ളം നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. വെള്ളം അധികമായി പോകരുത്. അധികമായി പോയാൽ ആ ടേസ്റ്റ് കിട്ടില്ല. വളരെ കുറച്ച് വെള്ളം മാത്രം നന്നായിട്ട് പുളി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അടിയിലേക്കൊക്കെ ഒന്ന് ആ ഒരു പുളി വെള്ളം കയറാൻ വേണ്ടിയിട്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കൊരു 3 വിസിലടുപ്പിക്കുക. സംഗതി ഇവിടെ റെഡിയാണ്. ഈ കുക്കർ തുറക്കുമ്പോൾ ഒരു അടാറ് മണം ഇങ്ങനെ മൂക്കിലേക്ക് ഒരുട്ടാ. അപ്പം തന്നെ നമുക്ക് തിന്നാൻ തോന്നും. അത്ര ടേസ്റ്റാണ് ഇതിന്. സിമ്പിളാണ്, പക്ഷേ ഈ ഐറ്റം ഹമ്പിളാണ്. നല്ല ചൂട് ചോറിലേക്ക് ഈ കുക്കർ മത്തി നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി 2 ചാള വറുത്തതും കൂടി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീട്ടിൽ മത്തി വാങ്ങുന്ന ദിവസം ഈ കുക്കർ മത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ഉണ്ടാവും. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു ഐറ്റമായിട്ട് വരാം കേട്ടോ. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.